ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ വാർഷിക പരീക്ഷയ്ക്ക് സഹായകമാകുന്ന ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവർക്ക് ബുക്ക് അവരുടെ തജ്വീദിൽ നിന്ന് സിലബസ് പ്രകാരം 7ാമത്തെ ചാപ്റ്റർ മുതലാണ് എക്സാമിനുള്ളത്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1ാമത്തെ ചോദ്യം മുതൽ ശരി അടയാളപ്പെടുത്താനാണ്. 5 വരെ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ്? തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഏതാണ്? ഹൽക്കിന്റെ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നത് അല്ലേ? അപ്പൊ അതിലിവിടെ വന്നത് ഐനും ഹാവും. അപ്പൊ നമുക്ക് ശരി അടയാളപ്പെടുത്താം. ഹൽക്കിന്റെ അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങള്. അപ്പൊ അതില് ഐനും ഹാവും ആണ്. അപ്പൊ നമ്മളെ 9ാമത്തെ പാഠത്തില് അറബിയിൽ മാത്രമുള്ള ഏതാനും അക്ഷരങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ചാർട്ട് എഴുതിയിരുന്നു. അപ്പം അതിൽ നിന്ന് ഓരോ അക്ഷരങ്ങളെ ഉച്ചാരണങ്ങൾ പറയുന്നുണ്ട്. അതാണ് അവിടെയാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പറയുന്നിടത്ത് ഐനും ഹാവും പറയുന്നു. മനസ്സിലാക്കി പിടിക്കുക. അതുപോലെ മറ്റുള്ളതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. നാവിൻ്റെ മുരടും അണ്ണാക്കും ഏതക്ഷരത്തിൻ്റെ മഹറജാണ്? കാഫ്. കാഫാണ്. മനസ്സിലാക്കാം. അപ്പം അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അടുത്തതാണ് നാവിൻ്റെ മുരടും അണ്ണാക്കും മഹ്റജായി വരുന്നത് കാഫാണ്. അടുത്തതെന്താണ്? വെള്ളിയാഴ്ച രാവും പകലും ഓതൽ പ്രത്യേക സുന്നത്തുള്ള സൂറത്ത് ഏതാണ്? കഹ്ഫ് സൂറത്ത്. കഹ്ഫ് സൂറത്തുൽ കഹ്ഫാണ് വെള്ളിയാഴ്ച രാവും പകലും പ്രത്യേകം ഓതൽ സുന്നത്തുള്ളത്. കൂടുതൽ പുണ്യം ലഭിക്കുന്ന ഖുർആൻ പാരായണ രീതി ഏതാണ്? തർത്തീലാണ്. റത്തിൽ ഖുർആന തർത്തീല. അടുത്തെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതി കയ്യിൽ ഊതി രാത്രി ദേഹമാകസലം തടവുമാറുണ്ടായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതി കയ്യിൽ ഊതി ദേഹമാകസലം തടവുമായിരുന്നു. മനസ്സിലാക്കുക. 8ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. സൂറത്തുകളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പാഠമുണ്ട്. യാസീന് മയ്യിത്തിന്റെ അടുത്ത് ഓതൽ സുന്നത്താണ്. ആയത്തുൽ കുർസിയും ആമന റസൂലും എല്ലാ രാത്രിയിലും ഓതൽ സുന്നത്താണ്. ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദതൈനി രോഗിയെ സന്ദർശിക്കുമ്പോൾ ഓതൽ സുന്നത്താണ്. സൂറത്തുൽ മുൽക്ക്, വാക്കിയ എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. അപ്പൊ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, മുഅവ്വിദതൈനി, ഷഹിദല്ലാഹു എന്നിവ ഓതണം. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി, ആമന റസൂല്, അൽ കാഫിറൂന പാരായണം ചെയ്യണം. ഒക്കെ മനസ്സിലാക്കുക. സൂറത്തുകളുടെ ഓരോ സൂറത്തിന്റെയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഓരോ സൂറത്തുകളെ കുറിച്ചിട്ടും എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തെന്താ മാച്ച് ചെയ്യാൻ വന്നത്? നമുക്ക് പാഠഭാഗത്ത് വന്ന അതേ തദ്രിഭാഗത്ത് തന്നെയാണ് ഇവിടെ. അപ്പം മോഡലായിട്ടാണ് ഇത്. അപ്പോൾ ഇതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. സൂറത്തുകളെ കുറിച്ചാണ് മാച്ച് ചെയ്യാൻ വന്നത് എങ്കിൽ അത് നമുക്ക് എഴുതാൻ കഴിയണം. ഇത് നമ്മൾ മുമ്പ് പാഠങ്ങളിലൊക്കെ പഠിച്ചത് തന്നെയാണ്. ഇദ്ഗാമും ഇഖ്ലാബും ഇൽഹാറും ഇഖ്ഫാവും ഇദ്ഗാം ബിയുന്നൊക്കെ മനസ്സിലാക്കാം. ഇവിടെ ഇദ്ഗാമും ബിയുന്ന എന്താണ്? സാക്കിനായ നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ഇദ്ഗാം ബിയുന്നയുടെ ഹർഫ് വരുന്നത്. അപ്പോൾ ഇദ്ഗാം ബിയുന്നയുടെ ഹർഫ് വന്നത് ഏതാണ്? ഇദ്ഗാം ബിയുന്ന ഫളലും മിനല്ലാ തൻവീന് ശേഷം മീമു വന്നു. അപ്പൊ നമുക്ക് അതിന്റെ ബി എഴുതാം. അടുത്ത ഇക്ലാബ് നൂനിന്റെ തൻവീന്റെ ശേഷം ബാ വരണം. എന്താ? തക്കും ബൈനക്കോൻ നൂനിന്റെ ശേഷം ബാ വന്നു. മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഡി അവിടെ എഴുതി കൊടുക്കാം. അടുത്ത ഇൽഹാർ നൂനിന്റെ തൻവീന്റെ ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഫവാസൻ അലീമ ഐന് വന്നു. അപ്പൊ നമുക്ക് അതിന്റെ എഴുതാം. തൻവീന്റെ ശേഷം ഐന് വന്നു. അടുത്ത ഇഖ്ഫാ
ഇഖ്ഫായിന് 15 അക്ഷരങ്ങളുണ്ട് നൂനിന്റെ തൻവീന്റെ ശേഷം വരുന്ന. അപ്പോൾ ഇവിടെ ഏതാണ്? കുന്തും മാഹും, നൂനിന്റെ ശേഷം താ വന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ഈ എഴുതാം. അടുത്തതാ ഇദ്ഗാമും ബിഉന്ന. അപ്പോൾ ഇവിടെ ഇദ്ഗാം ബിഉന്ന രണ്ടെണ്ണം വന്ന ഒന്ന് മാറിപ്പോയതായിരിക്കും, ബിലാഉന്നയാണ്. ഇദ്ഗാമും ബിലാഉന്ന. അപ്പോൾ ഇദ്ഗാമും ബിലാഉന്നക്ക് ഇതാ ക അല്ലം, നൂനിന് ശേഷം ലാമു വന്നു. അപ്പോൾ അതിന്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം, മാറിപ്പോയതാവാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ആ പാഠം നിങ്ങളുടെ 14ാമത്തെ പാഠത്തിലാണ് ഇത് പറയുന്നത്. എന്താണ് ഇദ്ഗാം, എന്താണ് ഇഖ്ഫാ എന്നൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. സാക്കിനായ നൂനിനും തൻവീനും 5 നിയമങ്ങളുണ്ട്. ഇൽഹാർ, ഇദ്ഗാം, ഇദ്ഗാം ബിലാഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇൽഹാർ, ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. മനസ്സിലാക്കുക. ഇൽഹാർ എന്നാൽ എന്താണ്? സാക്കിനായ നൂനിന്റെ തൻവീന്റെ ശേഷം ഹലക്കിന്റെ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. അതാണ് ഇൽഹാർ. ഇൽഹാറിന്റെ ഹർഫുകൾക്ക്, അവയുടെ ഹർഫുകൾ 6 എണ്ണാണ്. ഹംസ, ഹ, ഐന്, ഐന്, ഹ, ഹ. മനസ്സിലാക്കുക. ഇദ്ഗാം, ഇദ്ഗാം എന്താണ്? ഇദ്ഗാം ബിഉന്നയിൽ നൂനിന്റെ തൻവീന്റെ ശേഷമുള്ള അക്ഷരത്തെ ശബ്ദോട് കൂടി ഉച്ചരിക്കണം, അതായത് ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. മനസ്സിലാകാം. നൂനിന്റെയും തൻവീന്റെയും ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരം വന്നാൽ അവിടെ ശബ്ദോടുകൂടി ഉച്ചരിക്കണം, ഉന്നത്തോടെ. ഇദ്ഗാമും ബിലാഉന്നയില് ഉന്നത്ത് പാടില്ല. ഇദ്ഗാം ബിഉന്നയില് ഉന്നത്ത് വേണം. ഇദ്ഗാം ബിലാഉന്നയില് ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. മനസ്സിലാക്കുക. ഇഖ്ഫാവും ഇദ്ഗാമും ബിഉന്നയും ഒരുപോലെ തോന്നാം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഇദ്ഗാം ബിഉന്നയില് നൂനിന്റെ തൻവീന്റെ ശേഷമുള്ള അക്ഷരത്തെ ശബ്ദോട് കൂടി ഉച്ചരിക്കണം. ഇഖ്ഫായിൽ ശബ്ദ് വരാൻ പാടില്ല. അതാണ് അവിടെ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കുക. എന്നാ ദുന്യ, കിൻവാനും, സിൻവാനും, ബുന്യാനും ഈ പദങ്ങളില് ഇൽഹാർ മുത്ലക്കാണ്. ഇൽഹാർ മുത്ലക്കാണ്. അവിടെ ഒരേ പദത്തിലാണ് ഇൽഹാറിന്റെ അക്ഷരവും, അവിടെ ഒരേ പദത്തിലാണ് ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരം വരുന്നത്. നൂനിന്റെ ശേഷം, സാക്കിനായ നൂനിന്റെ ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരം ഒരേ പദത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത് ഇൽഹാർ മുത്ലക്ക് ചെയ്യുന്നത്. മനസ്സിലായി. എന്നാൽ ഇഖ്ഫാ ഒരേ പദത്തിലും വരും, അടുത്ത കലിമത്തുകളിലായിട്ടും വരും. അപ്പം അത് മനസ്സിലാക്കണം, അത് തമ്മിലുള്ള വ്യത്യാസം. ഇഖ്ഫാ ഒരേ പദത്തിലും വരും, അടുത്ത കലിമത്തിലും വരും. ഒരേ പദത്തിന്റെ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യ അക്ഷരവും തമ്മിലാണ് ഇദ്ഗാം ബിഉന്ന ചെയ്യൂ. മനസ്സിലാക്കുക. ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിലെ ആദ്യ അക്ഷരവും തമ്മിലാണ് ഇദ്ഗാം ബിഉന്ന ചെയ്യൂ. മനസ്സിലാക്കുക. എന്നാൽ ഇഖ്ഫാ ഒരു പദത്തിലും 2 പദത്തിലും ഉണ്ടാവാം. അതൊക്കെ മനസ്സിലാക്കിയ വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. മദ്ദുൽ ആരിദ് ഡാഷ് വരെ നീട്ടലാണ് നല്ലത്. മദ്ദുൽ ആരിദ് 3 അലിഫിന്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. അപ്പൊ നിങ്ങളെ 12ാമത്തെ പാഠത്തിൽ മദ്ദുകളെ കുറിച്ച് പറയുന്ന പാഠമുണ്ട്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്താണ് മദ്, അതിന്റെ തദ്രിബാത്തിൽ വന്ന നസീൽ, അതൊക്കെ നന്നായി മനസ്സിലാക്കുക. പാഠഭാഗത്തിന്റെ വീഡിയോ തന്നെ നന്നായിട്ട് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നന്നായിട്ട്. ചെറിയൊരു ചുരുക്ക രൂപേണ ഞാനിവിടെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മദ്ദുൽ അസ്ലി, മദ്ദുകൾ 2 വിധമാണ്, അസ്ലിയും ഫർഇയും. അതിൽ മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുന്നതാണ്. അതായത് അലിഫ്, വാവ്, യാ, അതിനെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുന്നത്. അപ്പോൾ അലിഫ്, വാവ്, യാ അതുകൊണ്ട് നീട്ടുന്ന ഏതെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അസ്ലി വന്നാൽ ദാത്ത ലഹബിൻ, ഇവിടെ ദാ എന്നതിനെ നീട്ടാൻ അലിഫ് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ലെറ്റർ എഴുതാം. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്.
അടുത്തത് മദ്ദുൽ ലാസിം. മദ്ദുൽ ലാസിം എന്നാൽ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ്. സ്ഥിരമായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ലാസിം ഹർഫിൽ വരുന്നതുണ്ട്, കലിമത്തിൽ വരുന്നതുണ്ട്. ഹർഫിൽ വരിക എന്ന് പറഞ്ഞാൽ യാസീൻ, നൂൻ, ഖാഫ് പോലുള്ളതാണ് വരിക. അപ്പം അതിലെ മദ്ദിനാണ് മദ്ദുൽ ലാസിം. കലിലെ മദ്ദിന് മദ്ദുൽ ലാസിം ഹർഫി എന്ന് പറയും. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കലിമത്തിൽ വന്നതാണ് ഇവിടെ വന്നത്. കലിമത്ത് പറഞ്ഞാൽ വേർഡ്. അപ്പോൾ ഇവിടെ വന്നത് ഏതാണ്? ദാബത്തുൽ അർള്. ദാ എന്ന അതിന് മദ് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ബാഇന് ഷദ് വന്നു. ഷദ് വരാന്ന് പറഞ്ഞാൽ 2 ബാകളാണ്. ഒരു സുക്കൂനുള്ള ബാവും ഒരു ഹർക്കത്തുള്ള ബാവും ചേർന്നാലാണ് ഷദ്ദുള്ള ബാ വരുന്നത്. അപ്പം ദാബത്തുൽ അർള്. അപ്പം അതിൻ്റെ മദ്ദിന് ശേഷം സ്ഥിരമായിട്ടൊരു സുക്കൂനുണ്ട്, ബാഇന് സുക്കൂനുണ്ട്, അതിന് ശേഷം ഒരു ബാവും ഉണ്ട്. 2 അക്ഷരങ്ങൾ ചേർന്നതാണ് ഷദ്ദുള്ള അക്ഷരം എന്ന് മനസ്സിലാക്കുക. അപ്പം അതാണ് മദ്ദുൽ ലാസിമിന് ഉദാഹരണം വന്നത്. സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് മദ്ദുൽ ലാസിം. അത് 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടൽ നിർബന്ധമാണ്. അസ്ലി 1 അലിഫിൻ്റെ കതിറാണ്. മനസ്സിലാക്കുക. അടുത്ത മദ്ദുൽ ആരിൽ. മദ്ദുൽ ആരിൽ 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടാം. നീട്ടലാണ് നല്ലത്. മനസ്സിലാക്കുക. മദ്ദുൽ ആരിൽ. അപ്പം ആരിൽ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വരുന്നതാണ്. മിസ്കീൻ. മിസ്കീൻ എന്നതിൽ മദ്ദക്ഷരമായ യാഇന് ശേഷം വഖഫിന്റെ കാരണത്താൽ ന് എന്ന് സുക്കൂന് വരുന്നു. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് മദ്ദുൽ ആരിൽ. അപ്പം അതിൻ്റെ ഈ നമുക്ക് അവിടേക്ക് എഴുതാം. മനസ്സിലാക്കുക. ഇനി മദ്ദുൽ ലീന്. ഇവിടെ മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. അടുത്ത മദ്ദുൽ ലീന്. മദ്ദുൽ ലീൻ എന്താണ്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വരുന്നത്. ലീനക്ഷരം എന്ന് പറഞ്ഞാൽ വാവും യാവും ആണ്. വാവും യാവും, സുക്കൂനുള്ള വാവും യാവും. ഫത്തഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവും ആണ് ലീനക്ഷരം. അപ്പോൾ ഇവിടെ സ്വൈഫ്. യാഇന് സുക്കൂന് വന്നു, അതിൻ്റെ ശേഷം ഫിന് സുക്കൂന് വരുന്നു. വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വരും. വസ്വൈഫ്. മനസ്സിലാക്കുക. അതാണ് മദ്ദുൽ ലീന്. ഇവിടെ 3 അലിഫിന്റെ കദർ നീട്ടാമെങ്കിലും 1 അലിഫിന്റെ കദറായി ചുരുക്കലാണ് നല്ലത്. 3 അലിഫിന്റെ കദർ നീട്ടാമെങ്കിലും 1 അലിഫിന്റെ കദറായി ചുരുക്കലാണ് നല്ലത്. പിന്നെ എന്താണ് മദ്ദുൽ മുത്തസിൽ. മുത്തസിൽ എന്താന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? മദ്ദക്ഷരത്തിന് തൊട്ട് പിറകെ അതേ കലിമത്തിൽ ഹംസ വരുന്നതാണ് മദ്ദുൽ മുത്തസിൽ. അടുത്ത കലിമത്തിൽ വരുന്നത് മുൻഫസിൽ. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അവിടെ ഹംസ അതിനോട് തൊട്ട് തന്നെ വന്ന്. അപ്പൊ അവിടെ മുത്തസിൽ. അപ്പൊ അതിന്റെ ബി എഴുതി കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നന്നായി മനസ്സിലാക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഒന്നും കൂടെ എല്ലാവരും ഒന്ന് ഓർക്കുക. ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തജ്വീദ് ഞാൻ കൂടുതൽ റിവിഷനായിട്ട് പറയുന്നില്ല. പാഠഭാഗം തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഞാൻ പാഠത്തിൽ തന്നെ നന്നായിട്ട് റിവിഷൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളെ പാഠഭാഗങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. വേണ്ടവർ അതിൽ കയറിയിട്ട് പാഠഭാഗം ഒന്നും കൂടി നിങ്ങൾക്ക് എക്സാമിനുള്ള 7ാമത്തെ പാഠം മുതൽ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളുമാണ് ഡാഷിന്റെ മഹറജ്. എന്തിന്റെ മഹറജാണ്? ലോദ്. ലോദിന്റെ മഹറജ്. ലോദിന്റെ മഹറജ് നാവിന്റെ അരുവും മേലെ പല്ലുകളുമാണ് ലോദിന്റെ മഹറജ്. മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ മറ്റ് നിങ്ങൾ പാഠത്തിൽ 12 അക്ഷരങ്ങൾ മഹറജുകൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. 1 വേർഡ് ചോദ്യമായിട്ടൊക്കെ എഴുതാൻ വരാം. മനസ്സിലാക്കി പഠിക്കാം. അടുത്ത എന്താണ്? മിൻ കബുലു. മിൻ കബുലു എന്നത് സാക്കിനായ നൂനിനെ ഡാഷ് ചെയ്ത് ഓതണം. മിൻ കബുലു എന്നതിൽ നൂന് ശേഷം കാഫാണ്. നൂന് ശേഷം കാഫ് ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അപ്പൊ അവിടെ ഇഖ്ഫായ് ചെയ്ത് ഓതണം. മിൻ കബുലു എന്നത് നൂന് ശേഷം കാഫ് വന്നു. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? റമളാൻ ആഗതമായാൽ ഡാഷ് കവാടങ്ങൾ തുറക്കപ്പെടും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അപ്പൊ നിങ്ങൾ 7ാമത്തെ പാഠത്തിലാണ്. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമായതുകൊണ്ട് നാം അതിനെ ആദരിക്കണം. മുസഫ് ഖുർആൻ എഴുതിയത് വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. അല്പം ഉയരമുള്ള സ്ഥലത്ത് സുരക്ഷിതമായി മാത്രമേ വെക്കാവൂ. ശുദ്ധിയുള്ളത് മാത്രമേ ഖുർആൻ സ്പർശിക്കാവൂ. അശുദ്ധിയുള്ളവർ ഖുർആൻ തൊടാനും ചുമക്കലും ഹറാമാണ്.
അശുദ്ധിയുള്ളവർ ഖുർആൻ തൊടുന്നതും ചുമക്കുന്നതും ഹറാമാണ്. മനസ്സിലാക്കുക. ഖുർആൻ പറയുന്നുണ്ട് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. അർത്ഥം എഴുതാൻ പറയും. എന്താണ്? ശുദ്ധിയുള്ളവർ മാത്രമേ അതിനെ സ്പർശിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട് ലാ യമസ്സുൽ ഖുർആൻ ഇല്ലാ ത്വാഹിറുൻ. ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആൻ തൊടാവൂ. ഖുർആനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പൊ ഈ പാഠം നന്നായി മനസ്സിലാക്കുക. ഖുർആൻ കൊണ്ടുവരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. വലിയ അശുദ്ധിയോടെ ഖുർആൻ പാരായണം ചെയ്യരുത്. മുസമിഫ് പണമോ മറ്റോ സൂക്ഷിക്കരുത്. ഭക്തിയോടെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അറിവില്ലാതെ ഖുർആൻ വ്യാഖ്യാനിക്കരുത്. ഖുർആൻ പഠിച്ചവരെയും പഠിപ്പിക്കുന്നവരെയും ഹാഫിളുകളെയും ആദരിക്കണം. പാരായണ സമയത്ത് കളിയും ചിരിയും മറ്റു വർത്തമാനവും പാടില്ല. ഖുർആനെതിരെ വരുന്ന ആരോപണങ്ങളോട് നല്ല അറിവ് കരസ്ഥമാക്കി മാന്യമായി പ്രതികരിക്കണം. അപ്പൊ ഈ വായിച്ച ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ എന്ന രീതിയിൽ വരും. മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ വന്ന പോലെ ഇവിടെ റമദാൻ ആഗതമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന പോലെ വരും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. റമദാനില് സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലമുണ്ട്. ഒരു ഫർളിന് 70 ഫർളുകളുടെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. നരക കവാടങ്ങൾ അടയ്ക്കപ്പെടും, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. മനസ്സിലാക്കുക. റമദാനിന് ഇത്രയേറെ പുണ്യം ലഭിക്കാൻ കാരണം എന്താണ്? ഖുർആൻ പറയുന്നുണ്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിൽ ഇത്രയേറെ പുണ്യം ലഭിക്കാൻ കാരണം വിശുദ്ധ ഖുർആൻ അവതരണമായത് പുണ്യ റമദാൻ മാസത്തിലാണ്. ഈ മാസം നമ്മൾ വിബാദത്തുകൾ കൊണ്ട് വർദ്ധിപ്പിക്കണം. ഖുർആൻ പാരായണം കൂടുതലാക്കണം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നാവിന്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയുമാണ് സ്വാദിന്റെ മഹ്റജ്. മുൻപല്ലുകളുടെ ഇടയും. അതുപോലെ ബാക്കിയുള്ള അക്ഷരങ്ങളുടേത് ഇതുപോലെ വരാം. മനസ്സിലാക്കി പഠിക്കുക. തൊണ്ടയുടെ മധ്യവും ഇവിടെ നിന്ന് കാറ്റോട് കൂടി പുറപ്പെടുന്ന അക്ഷരമാണ് എന്ത്? ഹ. അതുപോലെ മറ്റക്ഷരങ്ങളൊക്കെ വരും. മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത ഉത്തരം എഴുതാനാണ്. ഇൽഹാർ എന്നാൽ എന്താണ് ഇൽഹാർ? സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങളായ അംസ, ഹ, ഐന്, ഹ, ഐന് എന്നീ ഹർഫുകൾ വന്നാൽ അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അതാണ് ഇൽഹാർ. മനസ്സിലാക്കുക. അടുത്തത് മദ്ദുൽ ആരിൽ എന്നാൽ എന്താണ് മദ്ദുൽ ആരിൽ? വഖഫിന്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. വഖഫിന്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. മദ്ദുൽ ആരില് 3 അലിഫിന്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. മനസ്സിലാക്കുക. അപ്പൊ അതുപോലെ മദ്ദുൽ ലാസിം എന്നാൽ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് മദ്ദുൽ ലാസിം. മനസ്സിലാക്കുക. അത് 3 അലിഫിന്റെ ഖദർ അഥവാ 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ലാസിം. പിന്നെ മദ്ദുൽ ലീൻ എന്താണ്? ലീനക്ഷരത്തിന് ശേഷം ആരിലായ സുക്കൂന് വന്നാൽ അല്പം കൂടുതൽ നീട്ടണം. ഇതിനാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. അത് 1 അലിഫിന്റെ ഖദറായി നീട്ടലാണ് നല്ലത്. 3 അലിഫിന്റെ ഖദർ നീട്ടാമെങ്കിലും 1 അലിഫ് മാത്രം നീട്ടലാണ് ഉത്തമം. മനസ്സിലാക്കുക അതൊക്കെ. അടുത്തത് തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദിൽ എന്ത് ചൊല്ലണം? തിലാവത്തിന്റെ സുജൂദിൽ എന്താ ചൊല്ലേണ്ടത്? അത് നിങ്ങളെ 3ാമത്തെ പാഠത്തിലാണ് വന്നത്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. തിലാവത്തിന്റെ സുജൂദ് എന്താ ചൊല്ലേണ്ടത്? സജദ വജ്ഹിയ ലില്ലദീ ഹലക വസവ്വറഹു വശക്ക സംഹഹു വബസറ ബിഹൗലി വഖുവ്വതിഹി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതാണ് തിലാവത്തിന്റെ സുജൂദ്. അപ്പൊ അത് മനസ്സിലാക്കുക. 3ാമത്തെ പാഠത്തിൽ നിന്നാണ് വന്നത്. എന്നാലും ഇതുപോലെ ദിക്റുകളൊക്കെ നമ്മളെപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അത് ഓർമ്മയിൽ നിന്ന് ഒന്ന് നിങ്ങളെ ടെസ്റ്റ് ചെയ്തതാ. മനസ്സിലാക്കുക. അപ്പൊ അടുത്തത് എന്താണ്? അറബിയിൽ പുള്ളിയില്ലാത്ത എത്ര അക്ഷരങ്ങളുണ്ട്? എത്ര അക്ഷരങ്ങളാണ്? അറബിയിൽ പുള്ളിയില്ലാത്ത 14 അക്ഷരങ്ങളുണ്ട്. 14 അക്ഷരങ്ങളാണ് അറബിയിൽ പുള്ളിയില്ലാത്തത് വന്നത്. അപ്പൊ നമുക്ക് അത് എഴുതണം. ഏതൊക്കെയാണ്? അലിഫ് നമ്മളെ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോരാ. അപ്പൊ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതുക. അലിഫ്, ഹ, ദാല്, റാ, സീന്, സ്വാദ്, ത്വാ, ഐന്, കാഫ്, ലാം, മീം, വാവ്, ഹ,
ലാം അലിഫ്. ഇത്രയും അക്ഷരങ്ങൾക്ക് പുള്ളി ഇല്ലാത്ത അക്ഷരങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതാൻ പഠിക്കുക. അടുത്തത് എന്താണ്? അതുപോലെ പുള്ളിയുള്ള അക്ഷരങ്ങൾ വന്നാൽ അത് നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അടുത്ത മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്താണ്? മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നാലുണ്ടാകുന്നതാണ് മദ്ദുൽ മുത്തസിൽ. മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നാലുണ്ടാകുന്നതാണ് മദ്ദുൽ മുത്തസിൽ. അപ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. മുത്തസില്, മുൻഫസില് മദ്ദുകളെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വരും. മദ്ദുകൾ എത്രയാണ്? മദ്ദുകൾ 2 ഇനം. ഏതൊക്കെയാണ്? മദ്ദുൽ അസ്ലി, മദ്ദുൽ ഫർഇ. ഇങ്ങനെ 2 ഇനം മദ്ദുകളാണ്. ഹർക്കത്തുകൾ 2 അക്ഷരം ഒഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലിയുടെ ദൈർഘ്യം. ഹർക്കത്തുകൾ 2 അക്ഷരം ഒഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലിയുടെ ദൈർഘ്യം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഇതിന് ഒരു അലിഫിന്റെ ഖദർ എന്നാണ് പറയുക. ഒരു അലിഫിനേക്കാൾ കൂടുതൽ മദ്ദുൽ അസ്ലിനെ നീട്ടാൻ പാടില്ല, മനസ്സിലാക്കി. ഫതഹിന്റെ ശബ്ദത്തെ നീട്ടാന് അലിഫ്, കസറിന്റെ ശബ്ദത്തെ നീട്ടാന് യാ, ലമ്മയുടെ ശബ്ദത്തെ നീട്ടാന് വാവ്. മദ്ദുൽ അസ്ലിയുടെ മറ്റൊരു പേര് എന്താണ്? മദ്ദുൽ അസ്ലിയുടെ മറ്റൊരു പേര് മദ്ദു തബഈ. മദ്ദു തബഈ എന്ന് പേരുണ്ട് മദ്ദുൽ അസ്ലിക്ക്, മനസ്സിലാക്കുക. മദ്ദുൽ അസ്ലി നീട്ടാൻ പാടില്ലാത്തത് എന്താണ്? എത്രയാണെന്ന് വെച്ചാൽ എന്താണ്? അസ്ലി ഒരു അലിഫിന്റെ ഖദറിനേക്കാൾ കൂടുതൽ മദ്ദുൽ അസ്ലിയെ നീട്ടാൻ പാടില്ല, മനസ്സിലാക്കുക. മദ്ദുൽ ഫർഇ അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം. ഈ വിധം വരുമ്പോൾ മദ്ദിനെ കൂടുതൽ നീട്ടണം. അതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം. അപ്പോൾ അവിടെ മദ്ദുൽ ഫർഇ ആണ്. മദ്ദുൽ ഫർഇ 5 ഇനമാണ്. മദ്ദുൽ ഫർഇ 5 ഇനം. മുത്തസില്, മുൻഫസില്, ആരില്, ലീന്, ലാസിം, ഇങ്ങനെ 5 ഇനം മദ്ദുകളാണ്. മദ്ദുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. മുത്തസിലിന് വാജിബി എന്നു പേരുണ്ട്. മുത്തസില് ഒരു അലിഫിനേക്കാൾ നീട്ടൽ വാജിബാണ്. അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടൽ വാജിബാണ്, മനസ്സിലാക്കുക. 3 അലിഫ്, അതായത് 6 ഹർക്കത്ത് വരെ നീട്ടാം. മദ്ദുൽ മുൻഫസിലെ മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല. എന്നാൽ മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത്. മദ്ദുൽ മുൻഫസിലിനെ മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല. എന്നാൽ മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമാണ്. എന്നാൽ മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത്. ഒന്നിൽ കൂടുതൽ മുത്തസിലോ മുൻഫസിലോ ആയ മദ്ദുകൾ ഒരേ സമയത്തുള്ള ഖിറാഅത്തിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ മുത്തസിലോ മുൻഫസിലോ ആയ മദ്ദുകൾ ഒരേ സമയത്ത് ഖിറാഅത്തിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ഇനി നിങ്ങൾ ഇദ്ഗാമിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക. എന്താണ് ഇദ്ഗാം എന്ന്? ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്ത് ശബ്ദ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇദ്ഗാം മുത്തമാസിലേനി, മുത്തകാരിബാനി, മുത്തജാനിസാനി, അത് 3 നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിന്റെ ഉദാഹരണം അടക്കം മനസ്സിലാക്കുക. സിഫത്തും മഹ്റജും പരിഗണിച്ചാണ് അതിനെ 3ആയി തിരിക്കുന്നത്. സിഫത്തും മഹ്റജും പരിഗണിച്ചാണ് ഇദ്ഗാമിനെ 3ആയി തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് അതിന്റെ പാഠഭാഗത്തിന്റെ വീഡിയോ കണ്ട് നന്നായി മനസ്സിലാക്കുക. മുത്തകാരിബാനിയായി കാഫും ലാമും റാവും മാത്രമേ നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ, മനസ്സിലാക്കുക. അത് ഏതിലേക്കാണ് ഇദ്ഗാം ചെയ്യുന്നത്? ദാലിനെ തായിലേക്ക്, തായിനെ തോയിലേക്ക്, ബായിനെ മീമിലേക്ക്, തായിനെ ദാലിലേക്ക്, അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നന്നായി മനസ്സിലാക്കി ഉദാഹരണ സഹിതം നന്നായി മനസ്സിലാക്കി പഠിക്കുക. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിനോടനുബന്ധിച്ച് ഞാൻ റിവിഷനായിട്ട് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.